ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് സെബാൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ്. സെബാൻ എന്ന് പറയുമ്പോൾ എൻ്റെ ആങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സമയം ഒരു 7:30 മണിയാവാൻ പോകുന്നു. ഇവിടെ അപ്പച്ചമ്മച്ചൊക്കെ പള്ളിയിൽ പോയേക്കണേണ്. അത് ഉറങ്ങണേണ്. ചേട്ടനൊന്നും എത്തിയിട്ടില്ല, ഹസ്ബൻഡ്. പിന്നെ അവരല്ല, ചേട്ടൻ 8 മണിയൊക്കെ ആകാനാകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ ഒരു 10 മണിയൊക്കെ കഴിയാനാകുമ്പോൾ വരുള്ളൂ. അപ്പോൾ എല്ലാവരോടും ഒരു 10-10:30 മണിയൊക്കെ ആകുമ്പോൾ വരാനാണ് പറഞ്ഞേക്കണം. 11 മണിക്കാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ചെറുക്കൻ പൊക്കത്തോട്ട് പോയേക്കാണ് കുളിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം തന്നെ ഇനി മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആൾ പോവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 മണിക്കൂർ എണീറ്റ് കുറച്ച് പണിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കണേ. ഇനി എനിക്ക് റെഡി ആവണം. അപ്പോൾ അതിനുമ്പോൾ എനിക്ക് കുറച്ച് ഫേഷ്യൽ ഹെയറൊക്കെ കളയാനുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഫേഷ്യൽ ഹെയറൊക്കെ കളയാനുണ്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് പിന്നെ എനിക്ക് റെഡി ആവണം, മേക്കപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണരുത് പ്ലീസ്, പാവല്ലേ, ഒരു സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ വിരുന്നുകാരൊക്കെ എത്തിക്കൊണ്ടിരിക്കും. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഒരു 10-100 ചില്ലാൻ പേരാണ് അങ്ങോട്ട് പോകുന്നത്. പെണ്ണിൻ്റെ അവിടെ ഇടവകയിലാണ് എൻഗേജ്മെൻറ്റൊക്കെ. അപ്പോൾ ഇന്നലെ അവൾക്ക് അവിടെ അത്താഴൂണ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല. നമുക്ക് കല്യാണത്തിന് തലേദിവസമാണ് അത്താഴൂണ് പരിപാടിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ വെട്ടമുണ്ടല്ലേ, ഒരു ഡേ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ശരിയും കൂടി ഒരു വെട്ടം തോന്നുന്നു. രാവിലെ നീറ്റ് നോക്കാണ്, ഒന്നും ചെയ്തിട്ടില്ല. പല്ല് മാത്രം തേച്ചിട്ടുണ്ട്, പല്ല് തേച്ചില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ റെഡി ആവട്ടെ കേട്ടോ. ഈ ഒരു അനാർക്കലി മോഡൽ ഒരു ചുരിദാറാണ് കേട്ടോ ഇത്. അപ്പം ഇതാണ് ഞാൻ ഇന്ന് പെയർ ചെയ്യാൻ പോകുന്നത്. പെയർ ചെയ്യാൻ പോകുന്നതല്ല, ഉടുക്കാൻ പോകുന്നത്. കൂടെ പെയർ ചെയ്യാനായിട്ട് ഈ ഒരു നെക്ലസ് ഉണ്ട്. ഈ ഒരു ഗ്രീൻ കളർ തന്നെയാണ്. ഈ ഒരു ഗ്രീൻ കളർ നെക്ലസും പിന്നെ ഇതാ ഒരു ഇയറിംഗും ആണ്. ഇങ്ങനത്തെ ഒരു ഇയറിംഗും കൂടെയാണ്. പിന്നെ കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എൻഗേജ്മെന്റ് റിംഗ് ഉണ്ട്. പിന്നെ 1-2 മോതിരവും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഫുൾ സ്ലീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ വള കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അപ്പോ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഹെയർ കട്ടൊക്കെ ഇന്നലെ വെട്ടിയപ്പോൾ കുറച്ചൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇന്ന് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലോണം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയറിംഗ് ആയിട്ട് ഈ ഒരു കമ്മലിട്ട് താലിമാല മാറ്റണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ മതിയോ? താലിമാല മാറ്റണോ? വേണ്ടല്ലേ, കെട്ടക്കെട്ട അവിടെ. അപ്പം അതിനെ കാണിച്ചു തരാം. അത് നല്ല ക്യൂട്ടായിട്ടുണ്ട്, റെഡി ആയിട്ട് നല്ല രസമുണ്ട്. എൻ്റെ രസം കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. അപ്പോൾ അവരുടെ എൻഗേജ്മെൻറ്റ് ഒരു പർപ്പിൾ കളർ ഡ്രസ്സായിരുന്നു കേട്ടോ. സ്നേഹയുടെയും സെബാൻ്റെയും രണ്ടുപേരുടെയും നല്ല പർപ്പിൾ കളർ, നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സായിരുന്നു. രണ്ടുപേർക്ക് നല്ലോണം ചേരുന്ന കളറുമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻഗേജ്മെൻറ്റ് അവരുടെ ഔട്ട്ഫിറ്റ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഈ പച്ച കളർ ഡ്രസ്സായിരുന്നല്ലോ. സാധാരണ ഇപ്പോൾ കുറേ നാളായിട്ടുള്ള ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കളറുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും നോക്കാൻ നിന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഞങ്ങൾ അങ്ങോട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ ഇതുമായിട്ട് നോക്കിയിട്ട് പോണ രീതിയിലൊന്നും നോക്കിയൊന്നുമില്ല. അപ്പോൾ സ്നേഹയുടെ ഇടവകയിൽ വെച്ചായിരുന്നു എൻഗേജ്മെൻറ്റ്. അത് അവിടുത്തെ വികാരിയച്ഛനായിരുന്നു അത്. അങ്ങനെ എൻഗേജ്മെൻറ്റ് ചെക്കനും പെണ്ണും മോതിരമൊക്കെ കൈമാറി. ഈ സമയത്തൊക്കെയുള്ള വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ കൂടുതൽ ഫോട്ടോസ് ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ഇട്ടേക്കണേ കേട്ടോ. എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ എന്ന് പറയാനായിട്ട് ഇതാണ് ശരിക്കും ഉള്ളത്, ഫോട്ടോസാണ് കൂടുതലും. അപ്പോൾ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫോട്ടോസൊക്കെ ആ പള്ളി വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോഴായിരുന്നു പാരിഷ് ഹാൾ. നല്ല സ്റ്റേജായിരുന്നു. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതേപോലെ നല്ല വലിയ സ്റ്റേജായിരുന്നു, നല്ല വീതിയുള്ള സ്റ്റേജായിരുന്നു. അങ്ങനെ രണ്ടുപേരെയും മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചു. സ്നേഹയുടെ ആങ്ങളെയാണ് ചെക്കന് മാലയിട്ടത്. സ്നേഹയുടെ എൻ്റെ കസിനാണ് സ്നേഹയ്ക്ക് മാലയിട്ടത്. അങ്ങനെ മാലയൊക്കെ ഇട്ട് ചെക്കനെയും പെണ്ണിനെയും ഹാളിലേക്ക് സ്വീകരിച്ച് കഴിഞ്ഞ് പിന്നെ അവരുടെ കേക്ക് മുറി ചടങ്ങുകളും മറ്റത് മറിച്ചതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞു.
ശരിക്കും പറഞ്ഞാൽ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോസ് വെച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഇടുന്നത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ എല്ലാവരും കഴിച്ച് ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പാട്ടും വെച്ച് എല്ലാവരും തുള്ളലായിരുന്നു. സ്റ്റേജിൽ ഒരു ടീം തുള്ളുന്നു, താഴത്ത് വേറൊരു ടീം തുള്ളുന്നു. ആദ്യം എല്ലാവരും കൂടി സ്റ്റേജിൽ ഇരുന്നാൽ തുള്ളിക്കൊണ്ടിരുന്നത്. പിന്നെ കൂടുതൽ ആൾക്കാർ വന്നപ്പോഴേക്കും സ്റ്റേജിൽ എല്ലാവർക്കും കൂടി തുള്ളാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല, സ്ഥലം കുറവായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നേരെ താഴത്തോട്ട് ഇറങ്ങിയായി തുള്ളൽ. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഇങ്ങനെ ആയിപ്പോയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കല്യാണത്തിൻ്റെ വീഡിയോസിൽ നമ്മൾ വീഡിയോസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.